നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പം അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇന്നത്തെ സിനാരിയോയിൽ മിസ്കൺസെപ്ഷൻസ് ഓഫ് തന്ത്ര എന്താണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കിയിട്ട് മുന്നോട്ട് പോവാം. ഇന്ന് തന്ത്രശാസ്ത്ര എന്ന് പറയുമ്പം പ്രധാനമായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തന്ത്ര പ്രാക്ടീസസ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ ന്യൂ ഏജ് സ്പിരിച്വൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്ത്രയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പലയിടത്തും പല യോഗിമാരും യോഗയെയും മെഡിറ്റേഷനെയും പ്രൊമോട്ട് ചെയ്യുന്ന പലരും തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് തന്ത്ര മീൻസ് ടെക്നിക്ക്. പക്ഷേ തന്ത്ര എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് വാസ്തവത്തിൽ ഇതാണ് എന്ന് പറഞ്ഞ് ഒരു കൺസെപ്റ്റ് അങ്ങനെ ആൾക്കാർ ചിന്തിച്ചു. തന്ത്രം ഭയങ്കര പാടുള്ളൊരു വിഷയമാണ്. അങ്ങനെയാണ്. രണ്ടാമത്, നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ താന്ത്രിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ താന്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യുവർലി ഷഡ്കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഷഡ്കർമ്മങ്ങൾ എന്താണെന്നുള്ളത് പറയാൻ പോയി ശാന്തി വശ്യം എന്ന് പറഞ്ഞൊക്കെ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷഡ്കർമ്മത്തെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം പിന്നെ. അപ്പം അങ്ങനെയൊക്കെ ഷഡ്കർമ്മങ്ങൾ ചെയ്യുന്ന പ്രയോഗാടിസ്ഥാനത്തിൽ, അതായത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും, ശരിക്കും പറഞ്ഞാൽ മാന്ത്രിക ക്രിയകൾ, മന്ത്രവാദം, ബ്ലാക്ക് മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താന്ത്രിക് എന്ന് പറഞ്ഞാൽ, അതായത് തന്ത്രം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സൗത്ത് ഇന്ത്യ വിട്ട ഉറപ്പായിട്ടും കേരളത്തിൽ നിന്നുള്ള താന്ത്രികരാണെങ്കിൽ താന്ത്രിക് ആണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർക്കൊരു പേടിയാണ്. ഇത് എന്തോ ഇവർ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന എന്തോ ആൾക്കാരാണ് എന്നുള്ളൊരു ധാരണയാണ്. കുറേ മോഡേൺ ഇന്ത്യൻ സ്വാമീസ് അവരുടെ ബുക്സ് തന്ത്രയോഗ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ഈ ഹഠയോഗയുമായിട്ടും അല്ലെ ക്രിയായോഗയുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ തന്ത്രത്തിൻ്റെ ഒരു തരത്തിലുള്ള അടിസ്ഥാനത്വം ഇല്ലാതെ ഹഠയോഗയിലേക്കും ക്രിയായോഗയിലേക്കും ഇവിടുന്നൊക്കെ പിച്ചിപ്പറിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഇതാണ് തന്ത്രയോഗ അല്ലെങ്കിൽ ഇതാണ് തന്ത്രസാധന എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് തന്ത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ബുക്സുകൾ അങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരുപാട് നൊട്ടോറിയസ് ആയിട്ടുള്ള ഫാൾസ് ഫേസസ് തന്ത്രത്തെക്കുറിച്ച് ഉണ്ട്. പ്രത്യേകിച്ച് വെബ്സൈറ്റിലൊക്കെ കയറി, ഗൂഗിളിലൊക്കെ കയറി തന്ത്ര എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ താന്ത്രിക് സയൻസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് പലതും വെബ് സൈഡിൽ നിന്നൊക്കെ വരുന്ന പല പുസ്തകങ്ങളും പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അൺഇൻഹിബിറ്റഡ് സെക്സും സോ കോൾഡ് സ്പിരിച്വൽ ഓർഗാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പലരും ലിമിറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ പ്ലഷറിന് വേണ്ടിയിട്ട്, അതിനെ സ്പിരിച്വാലിറ്റിയോടെങ്കിൽ ഇച്ചിരിയൊക്കെ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ പല തരത്തിലുള്ള എക്സ്പ്ലോറിങ് കഴിഞ്ഞിട്ട് പുതിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ആവാം, അല്ല മനുഷ്യൻ്റെ വാസനകളെ ഏതുപോലെയാണോ കച്ചവടമാക്കി മാറ്റാൻ പറ്റുന്നത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം അത് എല്ലാ മേഖലയിലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് കണ്ടാൽ മതി. ഇങ്ങനെയുള്ള പല ബുക്കുകളും വേണമെങ്കിൽ ജെമ്മാണെന്ന് പറയാം. സ്പിരിച്വാലിറ്റിക്കല്ല, ബ്രോത്തൽസിനൊക്കെ അത് ഉപയോഗിക്കാം. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാം. അല്ലാതെ തന്ത്രശാസ്ത്രത്തെ അദ്വൈത ദർശനത്തിലൂടെ പരമമായ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഋഷിമാർ തപസ് ചെയ്ത് നമുക്ക് തന്ന ഈ അറിവിനെ അവരുടെ ജ്ഞാനക്കണ്ണിലൂടെ, ദൃഷ്ടാരോ ഋഷി, അറിവിൻ്റെ അനുഭവത്തിൻ്റെ തലങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഈ ഡിവൈൻ എലിക്സറിനെ വാക്കുകളുടെ രൂപത്തിലേക്ക് മാറ്റി അറിവുകളായി നമുക്ക് തന്നപ്പം, അല്ലെങ്കിൽ അനുഭവങ്ങളെ ഗുരുപരമ്പരകളിലൂടെ നമ്മളിലേക്ക് തന്നപ്പം, അതിനുള്ളിലെ ചില കാര്യങ്ങളെ, പ്രത്യേകിച്ച് പഞ്ചമകാരങ്ങളെയൊക്കെ, മദ്യം, മത്സ്യം, മാംസം, മൈഥുനം തുടങ്ങിയിട്ടുള്ള പഞ്ചമകാരങ്ങളെ, 5M അതിൽ നിന്ന് ഓരോന്നിനെ ചൂണ്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇതുമായിട്ട് എൻ്റർടൈൻമെൻ്റായിട്ട് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അതെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ വലിയ വലിയ ഡ്രഗുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. പല ഡ്രഗ്സുകളും നമ്മളിന്ന് മോഡേൺ ഇതിൽ മയക്കുമരുന്ന് എന്നറിയപ്പെടുന്ന പല ഡ്രഗുകളും പല അസുഖങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം
അതുകൊണ്ടാണ് ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് പറയുന്നത്. പല മരുന്നുകളും നമുക്ക് കിട്ടണമെങ്കിൽ അതറിയാവുന്ന ഒരു ഡോക്ടർ അയാളുടെ രോഗത്തെ മനസ്സിലാക്കി കൃത്യമായിട്ട് കൊടുക്കുമ്പോഴാണ് അത് മരുന്നാവുന്നതും പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കാൻ അവർ പറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് തന്ത്രശാസ്ത്രത്തിലെ വീരസാധനയിലും അല്ലെങ്കിൽ കൗളാചാരത്തിൻ്റെ ഭാഗമായിട്ട് അനുഷ്ഠിക്കുന്ന പലരും ഈ സാധാരണ ലെവലിലൊന്നുമല്ല. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം ആ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഗുരുവിൻ്റെ നിർദ്ദേശത്തോട് കൂടിയിട്ട് വേണം ഇതൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ അറിയാനും ഒക്കെ. നമ്മളിതൊക്കെ എത്ര പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തതിൻ്റെ കാരണം വാസ്തവത്തിൽ വാസനകളുടെ ആധിക്യവും അതുപോലെ തന്നെ ആധ്യാത്മികതയിലുള്ള ഒരു താല്പര്യവും കൂടെ നിൽക്കുമ്പം പല തരത്തിലുള്ള ട്രോമ ഉള്ളിൽ കിടക്കുകയും അതുപോലെ തന്നെ വാസന ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയും ചെയ്യുമ്പം നമ്മളുടെ വാസനയെ സാധൂകരിക്കാൻ വേണ്ടി എന്ത് കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ്റെ മനസ്സിന് ഈ മാതിരി സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് സ്പിരിച്വാലിറ്റിയുടെ പേരിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, വാസ്തവത്തിൽ മദ്യവും മൈഥുനവും മാംസവും എന്നൊക്കെ പറയുന്ന ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അതിന് ഒരുപാട് സ്ഥൂല തത്വമുണ്ട്, സ്ഥൂലമായിട്ടുള്ളൊരു അറിവുണ്ട്, അതിന് സൂക്ഷ്മമായിട്ട് അതിന് വേറൊരു അറിവുണ്ട്, അതുപോലെ തന്നെ ഇതിനെ എത്തിക്കുന്ന ഒരു കാരണമായിട്ടുള്ളൊരു അറിവുമുണ്ട്. മനസ്സിലാവുന്നുണ്ട്. എല്ലാ ശാസ്ത്രത്തിനും ഒരു ചര്യാപാദവും ഉണ്ട്, അതിൻ്റെ ഒരു യോഗപാദമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് തന്ത്രശാസ്ത്രത്തിൽ ഇതിനൊരു ചര്യാപാദമുണ്ട്, അതാണ് സ്ഥൂലമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരു റിച്വലിസ്റ്റിക് പാദമുണ്ട്, കുറച്ചുകൂടെ ഉയർന്നൊരു തലമുണ്ട്. അതുപോലെ തന്നെ അതിനൊരു യോഗപാദമുണ്ട്, അതിനൊരു ജ്ഞാനപാദമുണ്ട്. അപ്പം സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ, അതായത് ഗ്രോസും സറ്റിലുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഈ മൈഥുനം, മാംസം, മദ്യം, മത്സ്യം എന്നൊക്കെ പറയുന്ന പഞ്ചമകാരങ്ങളിൽ കിടപ്പുണ്ട്. അതൊക്കെ കണ്ടെത്താൻ പഠിക്കണമെങ്കിൽ തന്നെ അത്രയും എഫേർട്ട് ഇടണം, അത്രയും അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഈ സാധാരണ മദ്യവും മൈഥുനവും മാംസവും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖം മൂടി ഇടാൻ വേണ്ടി, ഒരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ശാസ്ത്രത്തെ വളച്ചൊടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പ്രത്യേകിച്ച് നമ്മളിന്ന് കേരളത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ലോകത്തിൽ എവിടെയാണെങ്കിലും മിക്ക രാജ്യങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ മദ്യത്തിനൊരു പഞ്ഞുമില്ല. മുക്കിന് ബാറുകളും ബിവറേജസും ഉണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മാംസം കഴിക്കുമ്പം അതിനു വേണ്ടി പ്രത്യേകിച്ച് ഇനിയൊരു ആരാധനയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കോഴി കഴിക്കണോ, ആട്, എന്താ കഴിക്കണ്ടേ, അതെല്ലാം അവൈലബിളാണ്. എന്ത് വേണമെങ്കിലും അവൈലബിളാണ്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അത് കിട്ടും. പിന്നെ ഈ ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ദേവി ആരാധനയ്ക്കൊക്കെ വരുന്ന സമയത്ത് ചില ഏരിയകളിൽ ഗുരുതിയൊക്കെ നടക്കും. ചില ശാക്തേയ കാവുകളിലൊക്കെ ഗുരുതി പോലുള്ള ക്രിയകൾ നടക്കും. അതിനെ സാങ്കല്പിക അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. ചിലയിടത്ത് കോഴിയൊക്കെ തന്നെ ഉണ്ട്. അപ്പം ചിലർ പറയും ബാർബേറിയന്മാരുടെയോ അല്ലെങ്കിൽ പഴയ ദ്രാവിഡാചാരങ്ങളാണ് ഇതൊക്കെ. അതിപ്രാചീനമായിട്ടുള്ള ബാർബേറിയൻ സ്റ്റൈലാണ് ഈ കൊല്ലലും പിടിക്കലും. ആരാധനയിൽ പോലും എന്ത് ക്രൂരതയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ ആൾക്കാരിന്ന് പറയുന്നേക്കാം. ആഘോഷങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? 1-2 കമ്മ്യൂണിറ്റികളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോ ക്ലാസ് ആയാലും മിഡിൽ ക്ലാസ് ആയാലും അപ്പർ ക്ലാസ് ആയാലും അവരുടെ ഫങ്ഷന് പോയിട്ടുണ്ടോ നിങ്ങൾ? ഈ ഏത് ക്ലാസ് ആയാലും ഒരു കാര്യം ഉറപ്പാണ്, തീന്മേശയിൽ നോൺ വെജ് ഉണ്ടാവും. ക്ലാസ് കൂടുന്നതിനനുസരിച്ച് പല തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവും. ഇവരൊക്കെ ബാർബേറിയന്മാരായിട്ടാണോ? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും നടത്തുന്ന ഫങ്ഷനുകളിൽ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലെ മെനൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള പല ഡിഷസും ബാർബേറിയനായിട്ടാണോ, അല്ലെങ്കിൽ പഴയ ദ്രാവിഡാചാരത്തിൻ്റെ ഭാഗമാണോ ഇതൊക്കെ? ആഘോഷവേളയെ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്തും പല ആൾക്കാരും ഉപയോഗിക്കുന്നത് മദ്യവും മാംസവും ഒക്കെയാണ്. പിന്നെ ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാർ ഹോട്ടലുകളിൽ പലതും ബുക്ക്ഡ് ആവുന്നതും എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കാനും ഒബ്സർവ് ചെയ്യാനും വിട്ടുതരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തന്ത്രശാസ്ത്രം പോലൊരു ശാസ്ത്രത്തെ അതിൻ്റെ ഈ പറഞ്ഞ ലെവലിലേക്ക് ആണോ ഋഷിമാർ ചിന്തിച്ചത്? അവിടാണ് ഇതുണ്ടാക്കിയവരുടെ കണ്ണിലൂടെയാണ് നമ്മളിതിനെ കാണേണ്ടത്, സാധാരണക്കാരൻ്റെ കണ്ണിലൂടെയല്ല.
ഋഷിമാരെന്തായിരുന്നു ഈ ശാസ്ത്രം ഇംപ്ലിമെൻ്റ് ചെയ്തപ്പം? ഒരുപാട് ഋഷിമാരുടെ, അനേകായിരം ഋഷിമാരുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് ആകത്തുകയാണ് വേദവും തന്ത്രശാസ്ത്രവും. ഒറ്റൊരാളുടെ അല്ല, അനേകായിരം ഋഷിമാരുണ്ട്. ഈ വേദത്തിലുള്ള പല ഋഷിമാരും തന്നെയാണ് തന്ത്രത്തിലെ ഋഷിമാരും, അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിലുള്ള പല ഋഷിമാരും തന്നെയാണ് വേദത്തിലെ പല സൂക്തങ്ങളുടെയും ഋഷിമാരും. അപ്പോൾ അതിൻ്റെ വേണ്ടി തമ്മിത്തല്ലൊന്നും വേണ്ട. വൈദികമാണ് നല്ലത് അല്ലെ താന്ത്രികമാണ് നല്ലതെന്നുള്ള അങ്ങനെ തമ്മിത്തല്ലൊന്നും വേണ്ട. രണ്ടും ഋഷിമാരുടെ, ഭാരതീയമായിട്ടുള്ള ഋഷിമാരുടെ കോൺട്രിബ്യൂഷനാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ തുറന്ന മനസ്സോടുകൂടി ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ഋഷിമാരുടെ കണ്ണിലൂടെ ഈ ശാസ്ത്രം എന്തിനു വേണ്ടിയായിരിക്കും സംഭാവന ചെയ്തത്? നമ്മൾ ഈ പറഞ്ഞ കാര്യമൊക്കെയാണോ? അല്ലെങ്കിൽ ആ ആചാരങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ബാർബേറിയന്മാരാകുമോ? മുന്നോട്ട് പോകുമ്പോൾ പല ചർച്ചകളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചിലവർ പറയും കാളിയെ പിടിച്ച് വെജിറ്റേറിയൻ ആക്കുന്നത് നല്ലതാണോ? ചിലവർ പറയും സാത്വികമായിട്ട് ക്രിയകൾ കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജ്ഞാനപാദത്തെയാണോ, ചര്യാപാദത്തെയാണോ, ക്രിയാപാദത്തെയാണോ, അതേപോലെ തന്നെ യോഗപാദത്തെയാണോ? ഏതൊക്കെയാണ് ഇതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ഏതൊക്കെയാണ് മാറ്റങ്ങൾ കാലദേശങ്ങൾക്കനുസരിച്ച് മാറാൻ നിലനിൽക്കുന്നത്? ഉദാഹരണത്തിന് കാളിയെ ഏത് സമ്പ്രദായത്തിൽ ആചരിച്ചാലും, സമയാചാരത്തിലായിക്കോട്ടെ, മിശ്രാചാരത്തിലായിക്കോട്ടെ, കൗളാചാരത്തിലായിക്കോട്ടെ, ഏത് സമ്പ്രദായത്തിൽ ആചരിച്ചാലും ചിലപ്പം ഒരേ ധ്യാന ശ്ലോകവും ഒരേ മൂലമന്ത്രവും ഒരേ ന്യാസക്രമങ്ങളും ഒരേ ക്രിയാപദ്ധതികളും ആയിരിക്കും. പക്ഷെ ആചരണ രീതി വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഈ ആചരണ രീതി വ്യത്യാസം വന്നതുകൊണ്ട് മാത്രം ദേവി പ്രസാദിക്കാതിരിക്കുമോ? പൂർവാചാരങ്ങളെ നിലനിർത്തണം എന്ന് പറയുമ്പം ആചരണ രീതി വ്യത്യാസം വന്നാൽ മാത്രം ദേവി പ്രസാദിക്കാതിരിക്കുമോ? നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന രീതികളൊക്കെ നമ്മുടെ ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണെങ്കിൽ, പണ്ട് കുതിരയിലും പല്ലക്കിലുമൊക്കെ പോയിരുന്ന നമ്മൾ കാലദേശങ്ങൾ മാറിയപ്പം ആചാരാനുഷ്ഠാന രീതികളിൽ മാറ്റം വരുത്തിയില്ലേ? നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, നമ്മുടെ രീതികളിൽ കാലദേശങ്ങൾക്കനുസരിച്ച് അതിനോട് ചേർന്ന് പോകാൻ നോക്കുന്നില്ലേ? അല്ലേ? കാലദേശങ്ങൾക്കനുസരിച്ച് ചേർന്ന് പോകുക എന്നുള്ളത് തന്നെയല്ലേ ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉപാസനാപന്ഥാവിൽ എന്തൊക്കെ മാറ്റം വരുത്താം, എന്തൊക്കെ മാറ്റം വരുത്താതിരിക്കാം എന്നുള്ളത് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്. എന്തായാലും അതിൻ്റെ ജ്ഞാനവാദം മാറ്റാൻ പറ്റത്തില്ല. ആത്യന്തികമായ തത്വം, ഏത് ഉപാസനയിലൂടെ പോയാലും ആത്യന്തികമായ തത്വം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നുള്ളത് മാറ്റാൻ പറ്റത്തില്ല. യോഗ തത്വങ്ങളും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ക്രിയാതത്വങ്ങളും ചര്യാതത്വങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിനനുസരിച്ച്, ആ രീതിക്കനുസരിച്ച് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മാറിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ബലം പിടിക്കേണ്ടത്? ഓരോ സാധകന്മാരും അവരുടെ സമ്പ്രദായം അനുസരിച്ച് ഏത് ചര്യ വേണമെങ്കിലും ആചരിക്കാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്. ഏത് ആചാരാനുഷ്ഠാനങ്ങളെയും ആചരിക്കാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതാണോ മുഖ്യം? ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ, ഉപാസ്യ ദേവതയുടെ അനുഗ്രഹത്തിന്, അല്ലെങ്കിൽ ഉപാസനയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിന് ഈ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമാണോ? ആണോ? ഉദാഹരണത്തിന് ഗുരുതി തത്വാവബോധകം സ്മൃതം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തത്വബോധത്തിൽ ഊന്നാതെ അതിനെ തപസ്സിലൂടെയുള്ള ആചാരാനുഷ്ഠാനമല്ലാതെ, ഇനിയിപ്പം കുങ്കുമം കലക്കി തർപ്പിച്ചാലും, വെള്ളം കലക്കി തർപ്പിച്ചാലും, മഞ്ഞൾ കലക്കി തർപ്പിച്ചാലും, കരി കലക്കി തർപ്പിച്ചാലും, കോഴിയെ വെട്ടി കുരുതി കഴിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താ പറയുക, ഇന്നത്തെ ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തപസ് മുഖ്യം ബിഗിലേ, തപസ്സാണ് പ്രധാനം. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, തപസ്വിയായ ഒരാളുടെ അർപ്പണബോധവും സമർപ്പണവുമാണ് ശീലയെ ശങ്കരനാക്കി മാറ്റുന്നത്. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ്. അർച്ചകൻ്റെ പ്രഭാവമാണ് ശിലയെ ശങ്കരനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അർച്ചകൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ, അത് കഴിഞ്ഞിട്ടാണ് ആരാധന. ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾക്ക്, സമന്മാർക്കെ ദേവം ഭൂത്വാ ദേവം യജൽ, ദേവനായിരുന്നുകൊണ്ട് വേണം ദേവനെ പൂജിക്കാൻ എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. തന്ത്രശാസ്ത്ര നിയമം അങ്ങനെയാണ്, ദേവനായിരുന്നുകൊണ്ട് വേണം
ശിവം ഭൂത്വാ ശിവനായിരുന്നു കൊണ്ട് വേണം ശിവനെ പൂജിക്കാൻ. ശിവനെ കുറഞ്ഞൊന്നും ശിവനെ പൂജിക്കാൻ പറ്റില്ല. ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് വടംവലി നടത്തുകയും തമ്മിത്തല്ലുകയും ചെയ്യുന്നതിലും എത്രയോ നല്ലത്. അത് ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം, അതൊരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതിനും എത്രയോ നല്ലതാണ് തപസ് കൂട്ടുക എന്നുള്ളത്. തപസ്വികളായിട്ടുള്ള മനുഷ്യരാണ് ഗെയിം ചേഞ്ചേഴ്സ്. ഇത് ഏത് മേഖലയിലും, തന്ത്രശാസ്ത്രം എന്നല്ലല്ലോ, ഏത് മേഖലയിലും തപസ്സാണ്. തപസ്വാധ്യായ നിരതനായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാണ് കോൺട്രിബ്യൂട്ടർ ആവാൻ പറ്റും, ഗെയിം ചേഞ്ചേഴ്സ് ആവാൻ പറ്റും. അവരാണ് ശരിക്കും തപസ്വികളല്ല ഉപാസകർ എന്ന് പറയുന്നത്. ഇത് കലിയുഗമാണേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള, ഇങ്ങനെയൊക്കെ മിസ്കൺസെപ്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല തന്ത്രശാസ്ത്രം. അതുകൊണ്ട് ഓർക്കുക, ഋഷിമാരുടെ ശാസ്ത്രമാണിത്. ഋഷിമാരൊരിക്കലും ഇങ്ങനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുകയല്ല ചെയ്തത്. തന്ത്രം എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ഓർഗാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമല്ല. തന്ത്രം എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമല്ല. തന്ത്രം എന്ന് പറയുന്നത് ഹഠയോഗയ്ക്ക് വേണ്ടിയിട്ടും ഉള്ള ശാസ്ത്രമല്ല. തന്ത്രം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമല്ല. തന്ത്രശാസ്ത്രം കാസ്റ്റിനെയും റിലീജിയനെയും ഒക്കെ നിരസിക്കുന്ന ശാസ്ത്രമാണ്. തന്ത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉടായിപ്പുകളൊന്നുമല്ല. ഉടായിപ്പുകളായിട്ടുള്ള എണ്ണം ഇതിലേക്ക് വന്നിട്ട് ഈ ശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലെ പഠിക്കാതെ അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് ചീന്തി എടുത്തിട്ട് അവരുടെ വാസനയ്ക്കനുസരിച്ച് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് തത്തുല്യമായിട്ടുള്ള വാസനയുള്ള ആൾക്കാർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് ഋഷിമാരെന്ത് പിഴച്ചു? അത് ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെയാണ്. ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് അവരുടെ ജീവിതം തന്നെ ത്യാഗം ചെയ്തിട്ടാണ് ഓരോരോ അസുഖങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നത്. പല മരുന്നുകളും ലഹരി മരുന്നുകൾ പോലെയാണ്. പക്ഷെ ആ അസുഖത്തെ ക്യൂർ ചെയ്യാൻ ആ കോമ്പിനേഷൻ ആയിരിക്കും നല്ലത്. അതുകൊണ്ടാണത് ഹൈലി എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അതിന് വാങ്ങിക്കുന്നത്. പക്ഷേ അതിന് വേറൊരു വശമുണ്ടെന്ന് അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അതൊരു സൈഡ് എഫക്റ്റാണ്. ആ സൈഡ് എഫക്റ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ്സായിട്ട് അതിനെ മാറ്റുന്നവരെ പിന്നെ ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. തന്ത്രം ഇങ്ങനെ റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം ഒന്ന് പറഞ്ഞു തോന്നുന്നു. നമ്മളതിൽ വിട്ടുപോയൊരു സബ്ജക്റ്റ് ഉണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ജാതി വ്യവസ്ഥിതിയും തന്ത്രവുമാണ്. തന്ത്രം കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് അധികാരി എന്നുള്ളതാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ പൂജ കഴിച്ചുകൊണ്ടിരുന്നത് തന്ത്രിമാരല്ലേ, അല്ലെങ്കിൽ ഇന്നവരല്ലേ എന്നുള്ളത്. നിങ്ങളൊരു 10-250 വർഷം മുമ്പുള്ള ഒരു ചരിത്രം എടുത്ത് പഠിക്കാൻ നിന്നാൽ ഇന്ന് കാണുന്ന പോലെ എല്ലാ ക്ഷേത്രത്തിൻ്റെയും തന്ത്രം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നില്ല. ദേവസ്വം ബോർഡായിട്ട് ഇത് മാറിയ ശേഷം ആണ് പലർക്കും ഒരുപാട് ക്ഷേത്രങ്ങൾ തന്ത്രം ഉണ്ടായിട്ടുള്ളത്. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്ക് തന്ത്രം ഉണ്ടായിരുന്നു, അവർക്ക് നല്ല സ്വത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലെയും തന്ത്രമൊന്നും ഇന്ന് കാണുന്ന പോലെ ഒരു മുക്കിന് മൂലയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നും തന്ത്രം അവരുടെ കയ്യിലില്ലായിരുന്നു. കാരണം പണ്ട് ഒരാളൊരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചാൽ അവർ ആ ദേവതയുടെ ഒരു സങ്കല്പം കൂടി അവരുടെ തേവാരത്തിലുണ്ടാവും. അപ്പം ഇന്നതൊന്നും ഇല്ല. അതിനെക്കുറിച്ചൊക്കെ റിലീജിയസ് ഹിസ്റ്റോറിയൻസ് അന്വേഷിച്ച് പോയിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. പക്ഷേ നമ്മളിവിടെ ഒരാൾക്ക് ഉപാസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്ത്രശാസ്ത്ര പ്രകാരം ഇന്ന ജാതി ആവണമെന്നോ ഇന്ന മതമാവണമെന്നോ ഇന്ന രാജ്യത്ത് ജനിക്കണമെന്നോ ആണാവണമെന്നോ പെണ്ണാവണമെന്നോ ഒന്നുമില്ല. ജാതി മത രാഷ്ട്ര ലിംഗഭേദമൊന്നും ഈ ശാസ്ത്രത്തിനില്ല. അപ്പോൾ ചോദിക്കും, ഇതിൽ പറയുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാം വേണ്ട. ഒരു മെഡിക്കൽ ഷോപ്പ് പോലെയാണ്. അവിടെ ഇഷ്ടം പോലെ മെഡിസിൻസ് ഇരിപ്പുണ്ട്. പല ടൈപ്പ്, പല കളറിൽ, പല വ്യത്യസ്തമായിട്ടുള്ള കവറിലിരിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് എല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ള? അസുഖങ്ങൾ ക്യൂർ ചെയ്യാനുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസീസുകളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ല വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മെഡിസിൻസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ, നമുക്കുള്ള അസുഖത്തിനുള്ള മരുന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മുടെ അസുഖം നമുക്ക് സ്വയം ചികിത്സിക്കുന്ന എന്താവും? അബദ്ധമാവും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു നല്ല ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് അവിടുന്ന് എഴുതിത്തരും,
നല്ല കൈപ്പുണ്യമുള്ളൊരു ഡോക്ടറാണെങ്കിൽ ആ മരുന്ന് തരുന്ന കൃത്യമായിരിക്കും. പുള്ളി അത് ഡയഗ്നോസ് ചെയ്ത് കൃത്യമായിട്ട് ആ മരുന്ന് എഴുതി തരും. നമ്മളത് വാങ്ങിക്കും, കഴിക്കും, ഓക്കെ ആവും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ശാസ്ത്രവും. ഇഷ്ടം പോലെ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്താൽ, ഇപ്പം രുദ്രയാമള തന്ത്രം എടുത്താൽ, അല്ലെങ്കിൽ ശാരദാതിലകം എടുത്താൽ ഒക്കെ അനവധി സ്പിരിച്വൽ പ്രാക്ടീസുകളുണ്ടാവും. പ്രത്യേകിച്ച് കാശ്മീര ശൈവതന്ത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ശൈവാദ്വൈതവാദത്തിൽപ്പെട്ട പല ഗ്രന്ഥങ്ങളും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ദേവതാ സാധന പോലും വേറെ രീതിയിലൊക്കെയാണ്. നമ്മൾ പറയുന്ന അത്ര ഒരു റിച്വലിസ്റ്റിക് ഇതുള്ളതൊന്നുമല്ല. നമുക്കിതൊക്കെ സൂട്ട് ചെയ്യുമെന്ന് ആരാ പറയേണ്ടത്? നമ്മൾ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ നമ്മളൊരാളുടെ അടുത്ത് എത്തിപ്പെടും. അതാണ് ഗുരു. ഈ ശാസ്ത്രത്തിന് നമുക്ക് മുന്നേ പോയ ഒരാളുടെ സപ്പോർട്ട് വേണം. ചുമ്മാതെ പോകാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നമ്മളെ മിസ്ലീഡ് ചെയ്യപ്പെടും. നമുക്ക് മനസ്സിലാവാതെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളുടെ അർത്ഥങ്ങൾ വാസ്തവത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. തന്ത്രം എന്ന് പറയുന്ന വാക്കിന് എത്ര അർത്ഥമാണ്. അതുപോലെയാണ് അതിൽ ഓരോ വാക്കിനും അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്നുള്ളത് അതിന് മുന്നേ സഞ്ചരിച്ച് പോയിട്ടുള്ള അതിൽ അനുഭവമുള്ള ഒരാളിന് മാത്രമേ പറഞ്ഞുതരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയമാകുമ്പം ഗുരു വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പം നിങ്ങൾ ഗുരുവിനെ അന്വേഷിക്കും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരണം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ. അവിടെ എത്തുന്ന സമയത്ത് ഗുരുവിനെ അന്വേഷിക്കും. ആ സമയത്ത് ഗുരു വരും, അല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് അന്വേഷിച്ച് ചെല്ലും. ഒന്നി വരും, പ്രത്യക്ഷപ്പെടും, അല്ലെ തിരിച്ചും. രണ്ടും റിസൾട്ടിൽ കറക്റ്റാണ്. അപ്പം അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് ഇന്നതേ പറ്റത്തുള്ളൂ, അങ്ങനെ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഗുരു തീരുമാനിക്കും എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ, ഈ ശാസ്ത്രത്തിൽ പറയുന്ന സാധനകൾ ചെയ്യാൻ നിങ്ങൾ ജിജ്ഞാസു ആയിരിക്കണം. നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ചോദനയുണ്ടായിരിക്കണം. ഈ ജീവിതം, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ജനിച്ച് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ മരിക്കുന്ന, ഒരു സമയത്ത് മാത്രം ജീവിച്ചിരിക്കുന്ന എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? എനിക്ക് ഇന്ന് വരെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം എന്നിൽ നിന്നും പോകുന്നു. ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഈ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, സർവ്വതും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ എന്താണ് ഈ ജീവിതം? ഞാൻ എന്തിന് ജനിച്ചു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും വരും. അല്ലെങ്കിൽ ഒരു അന്വേഷണ ബുദ്ധി വരും. ചെറുതും വലുതുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അങ്ങനെ വരുമ്പം ആ ഒരു അന്വേഷണ ബുദ്ധി, ഒരു ജിജ്ഞാസ ഉണർന്നു വരുമ്പം, കുണ്ടലിനി ഉണർന്നു വരുന്ന പോലെ ഉണർന്നു വരുമ്പം അയാളുടെ മുന്നിൽ ഈ ശാസ്ത്രം തുറക്കപ്പെടും. ഗുരു വരും, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. പ്രപഞ്ചം അതിനു വേണ്ടി കളമൊരുക്കും. ഇതാണ് സത്യം. അപ്പം അതിനു വേണ്ടിയിട്ട് ഇന്ന ജാതിയിൽ പെടണമെന്നുണ്ടോ? ഒന്നുമില്ല. ഇന്ന മതത്തിൽ പെടണമെന്നുണ്ടോ? ഇല്ല. ഇന്ന വിഷയം അറിയണമെന്നുണ്ടോ? ഇല്ല. ഒന്നുമില്ല. നിങ്ങൾ അറിയാൻ നിങ്ങൾ തപസ്യാവാനുള്ള യോഗം ഉണ്ടെങ്കിൽ നിങ്ങളതായിരിക്കും. നിങ്ങളവിടെ എത്തിപ്പെടും. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞ ഇതിൽപ്പെട്ട ആളാണ്, ഞാൻ താഴ്ന്ന ഇതിൽപ്പെട്ട ആളാണ്, ഞാൻ ഉയർന്ന ഇതിൽപ്പെട്ടതാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾ പരമമായ അവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈശ്വര സേവ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കുള്ളൊരു പദ്ധതി, നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ളൊരു പദ്ധതി ഈ ശാസ്ത്രത്തിൽ ഉണ്ടായിരിക്കും. ജനിച്ച കുലത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ വീടിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥിതിയുടെയോ അറിവിൻ്റെ പരിമിതി നിന്നോ കളറിൻ്റെ ഇത് നോക്കിയോ ഏത് ജാതിയോ മതമോ ഇതൊന്നും കൊണ്ട് സ്വയം തരം താഴ്ത്തേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഋഷിമാരുടെ സംഭാവന. വസുദേവ കുടുംബകം എന്ന് പറഞ്ഞാണ് ഋഷിമാരിത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറ്റത്തൊന്നുമില്ല. കാരണം ഇപ്പോൾ എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കുന്ന എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന എല്ലാ സാധനങ്ങളും പറ്റുന്ന. ആത്യന്തികമായ ലക്ഷ്യം ഒന്നാണെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സിൻ്റെ വഴിയല്ല കെമിസ്ട്രിക്ക്, കെമിസ്ട്രിയുടെ വഴിയല്ല ഇത്. അതുപോലെ തന്നെ ശൈവത്തിൻ്റെ വഴിയല്ല ശാക്തേയം, ശാക്തേയത്തിൻ്റെ വഴിയല്ല വൈഷ്ണവം, വൈഷ്ണവത്തിൻ്റെ വഴിയല്ല ഗാണപത്യം, ഗാണപത്യത്തിൻ്റെ വഴിയല്ല സൗരം, സൗരത്തിൻ്റെ വഴിയല്ല ഷാൺമുഖം. അപ്പോൾ അത് വ്യത്യസ്തമാണ്. ഇതെല്ലാം അതാത് ഉപാസനകളും അതിൻ്റെ രീതിക്കനുസരിച്ച് ഓരോരുത്തരുടെ സ്വഭാവത്തിനും കർമ്മത്തിനും അവരുടെ ടെമ്പറാമെൻറ്റിനും അവരുടെ സൈക്കോളജിക്കൽ ഇതിനുമൊക്കെ നോക്കിയിട്ടാണ് അതെല്ലാം ഋഷിമാരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഭയക്കേണ്ട. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ ഇന്നതായതുകൊണ്ടെന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും വേണ്ട. അതൊക്കെ സമൂഹത്തിൽ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഋഷിമാർ എന്തിനു വേണ്ടിയാണ് ഇത് വിഭാവന ചെയ്തത് എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഈ വിഷയത്തെ കാണുകയും ചിന്തിക്കുകയും ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയുക, മുന്നോട്ട് പോവുക. ഈശ്വരി അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ തന്ത്രശാസ്ത്രത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ റെലവൻസ്, കലിയുഗത്തിൽ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് തന്ത്രശാസ്ത്ര ഈ മോഡേൺ ഏജിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.